നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ ആശങ്കയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീഷണിയിൽ നിന്ന് കേരള ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തിരുവോണനാളിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. PJ ജോസഫ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച LDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഓണം വിപണനമേള തൊടുപുഴയിൽ ആരംഭിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അങ്കണത്തിൽ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഓണച്ചന്തകൾ പ്രവർത്തനം തുടങ്ങി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ആശങ്കയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീഷണിയിൽ നിന്ന് കേരള ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 15 തിരുവോണനാളിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ ആശങ്കയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീഷണിയിൽ നിന്ന് കേരള ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15 തിരുവോണനാളിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് വേണ്ടി സമരം നയിച്ച മുഖ്യമന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ദുരൂഹ കാരണങ്ങളാൽ നിലപാട് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണവർഗത്തിന്റെ അടിയന്തര നടപടി ഉണ്ടാകുന്നതിന് വേണ്ടി ദേശീയോത്സവമായ തിരുവോണനാളിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസ സമരം നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. ജലസേചന മന്ത്രി 12 വർഷം മുൻപ് ചപ്പാത്തിൽ അവിടെ സത്യഗ്രഹം എന്നൊക്കെ പറഞ്ഞു, ഇത് ഉടനെ തന്നെ തകരുമെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് യാതൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലതാണ്. 12 വർഷം മുൻപ് പറഞ്ഞ കാര്യം കൂടി നേരെ കീഴ്മേൽ മറിയുകയാണ്. മന്ത്രിക്ക് ഇതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതോ തിരുവനന്തപുരത്ത് 4 ദിവസം കുടിവെള്ളം മുട്ടിയതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ അതുപോലെ തന്നെയാണ് ഇതും ആവർത്തിക്കുന്ന സംശയം. തമിഴ്നാടിന് ജലവും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവനും, അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. അതിനുവേണ്ടിയാണ് എല്ലാവരും ദേശീയ ഉത്സവമായി ലോകത്തെവിടെ മലയാളി ഉണ്ടെങ്കിലും അവിടെ എല്ലാം തിരുവോണം കൊണ്ടാടുന്ന ദിവസമാണ്. അതിന് മതോ ജാതി ഒന്നുമില്ല. പക്ഷേ ആ ഉത്സവ ദിവസം തന്നെ അന്നേ ദിവസം ആഹാരം ഉപേക്ഷിച്ച് തിരുവോണനാളിൽ ഉപവസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിന്റെ ഗൗരവം കൊണ്ടാണ്. തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത്. 15 രാവിലെ 9 മണിക്ക് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. KPCC, AICC നേതാക്കൾ, സാഹിത്യ സാംസ്കാരിക നായകർ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു, MD അർജുനൻ, ജോയി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സിൽവർ ജൂബിലി ആഘോഷനിറവിൽ നിൽക്കുന്ന JCI തൊടുപുഴ ഗോൾഡൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കയറിക്കിടക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കി അവർക്ക് താങ്ങായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിലും ചടങ്ങ് മാത്രമായി നിജപ്പെടുത്തിയാണ് താക്കോൽദാനം നടത്തിയത്. JCI തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് അഭിജിത്ത് പരമേശ്വർ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. JCI തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു.
സിൽവർ ജൂബിലി ആഘോഷ നിറവിൽ നിൽക്കുന്ന JCI തൊടുപുഴ ഗോൾഡൻ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് കയറിക്കിടക്കാൻ സുരക്ഷിത ഭവനമൊരുക്കി അവർക്ക് താങ്ങായി. ജൈത്രയാത്ര വിജയകരമായി 25ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ വേളയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിപുലമായ ആഘോഷ പരിപാടികൾ നടത്തുവാനാണ് JCI തൊടുപുഴ ഗോൾഡന്റെ തീരുമാനം. അതിന്റെ ആദ്യപടിയായിട്ടാണ് പുതുപരിയാരത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾ മാത്രമടങ്ങുന്ന നിർധനരായ ഒരു കുടുംബത്തിന് JCI തൊടുപുഴ ഗോൾഡൻ അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമത്താൽ ഒരു ഭവനം നിർമ്മിച്ച് കൈമാറിയത്. ഭവനത്തിന്റെ താക്കോൽദാനം ഞായറാഴ്ച നടന്നു. എല്ലാവർക്കും നമസ്കാരം. സിൽവർ ജൂബിലി ആഘോഷ നിറവിലാണ് JCI തൊടുപുഴ ഗോൾഡൻ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇത്തവണ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതി ഇവിടെ പുതുപ്പരിയാരത്തെ 3 കുട്ടികൾ മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു ഭവനം നിർമ്മിച്ച് നൽകുക എന്നുള്ളൊരു സൽക്കർമ്മം ഞങ്ങൾ ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽദാന കർമ്മം ഇന്ന് നടന്നിരിക്കുകയാണ്. നാഷണൽ കൺസ്ട്രക്ഷൻ അയച്ചേട്ടനാണ് ഞങ്ങൾക്ക് എല്ലാ സഹായം ചെയ്ത് നല്ല രീതിയിൽ ഭവനം പണി കഴിപ്പിച്ചു തന്നത്. എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ സഹകരണത്തോടെ ആണ് പണി കഴിപ്പിച്ചത്. ഇതിലെത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് കാഴ്ചവെക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലും ഒരു സന്നദ്ധ പ്രവർത്തനം എന്ന നിലയിലും ചടങ്ങ് മാത്രമായി നിജപ്പെടുത്തിയാണ് താക്കോൽദാനം നടത്തിയത്. JCI തൊടുപുഴ ഗോൾഡൻ പ്രസിഡന്റ് അഭിജിത്ത് പരമേശ്വർ താക്കോൽദാന കർമ്മം നിർവഹിച്ചു. JCI തൊടുപുഴ ഗോൾഡന്റെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും ചടങ്ങിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് ഹാളിൽ ക്യാമ്പിന് മുന്നോടിയായി ചേർന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV ജോർജ് യോഗ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ സിജോ കൊച്ചുമുണ്ടയ്ക്കൽ ആശംസ നേർന്നു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നേത്രരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ജനറൽ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, മാനസികാരോഗ്യ വിഭാഗം എന്നിങ്ങനെ പല വിഭാഗങ്ങളിലായി നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ തൊടുപുഴയുടെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു. പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് പാരിഷ് ഹാളിൽ വെച്ച് ക്യാമ്പിന് മുന്നോടിയായി ചേർന്ന പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് MV യോഗ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക ലോകത്ത് മത്സരത്തിൻ്റെയും ആളുകളുടെയും എല്ലാം കാലത്ത് തിരുമുഖങ്ങൾ നിറഞ്ഞ ഒരു ജീവിത രീതിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യോഗ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുന്ന നടപ്പാക്കുമ്പോൾ നമുക്കതിൽ നിന്നെല്ലാം ഒരു അയവ് വരിക, നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുഖത്തിൽ നിന്നുള്ള അയവ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഇടുക്കി നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ ശ്രീധരൻ KS മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ രഹന സിദ്ധാർത്ഥൻ, ഡോക്ടർ ശ്രീകുമാർ MS എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് യോഗ പരിശീലനം, ഔഷധസസ്യ പ്രദർശനം, പോസ്റ്റർ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ സൗജന്യമായി ഔഷധങ്ങളും വിതരണം ചെയ്തു. വിവിധ പ്രോജക്റ്റുകളിലേക്കുള്ള രജിസ്ട്രേഷനും നടന്നു. ഉദ്ഘാടന യോഗത്തിൽ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി റവറൻ ഫാദർ സിജോ കൊച്ചുമുണ്ടയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു, തൊടുപുഴ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോസഫ്, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ജസ്റ്റിൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആൻസി ജോജോ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അച്ചാമ ജോയ്, മെമ്പർമാരായ രാജേശ്വരി ഹരിധരൻ, ജയസൂര്യ VS, സിനി അജി, അനിൽ ജോസ്, സേതുരാജ്, മിനി ടോമി, തോമസ് പൈറ്റ്നൽ, സൗമ്യ ബിൽജി, ടോമിച്ചൻ മുണ്ടുപാലം എന്നിവർ ആശംസ നേർന്നു. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി P സ്വാഗതവും ഡോക്ടർ രമ്യാമോൾ VS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. ത്രിതല പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച LDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു.
ത്രിതല പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് UDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ച ധർണാ സമരം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാകെ, മുനിസിപ്പൽ സമിതികളാകെ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സൃഷ്ടിയാണ് ആ പ്രതിസന്ധി എന്ന കാര്യത്തിൽ സംശയമില്ല. 8 വർഷക്കാലമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ നാടിനെ സമ്പൂർണമായി തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് ഞാനിവിടെ പറയേണ്ടതായിട്ടില്ല. സമസ്ത മേഖലയിലും പ്രതിസന്ധിയാണ്. ഇവരുടെ അജണ്ട മറ്റു പല കാര്യങ്ങളിലുമാണ്. സങ്കുചിതമായ താല്പര്യത്തിന്റെ പേരിൽ സാമ്രാജ്യത്വങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് തരത്തിലാണ് ദുഷിച്ച പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം. 8 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സമ്പൂർണ്ണമായി നാടിനെ തകർത്തു എന്നും സങ്കുചിത താൽപര്യങ്ങൾക്ക് വേണ്ടി സാമ്രാജ്യത്വം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ ദുഷിച്ച പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ധർണാ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് UDF നേതാക്കളായ MJ ജേക്കബ്, ജോയി തോമസ്, KA കുര്യൻ, AP ഉസ്മാൻ, ജോയി തോമസ്, MJ കുര്യൻ, MK പുരുഷോത്തമൻ, ജോസഫ് ജോൺ, ബെന്നി തുണ്ടത്തിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഓണം വിപണനമേള തൊടുപുഴയിൽ ആരംഭിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്തായി ആരംഭിച്ച ഓണം മേള തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന വാർഡ് കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ നിർവഹിച്ചു. നഗരസഭ മുൻ ചെയർമാൻ ബാബു പരമേശ്വരൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് പ്രീത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഓണം വിപണന മേള തൊടുപുഴയിൽ ആരംഭിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻവശത്തായി ആരംഭിച്ച ഓണമേള തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം ചെയ്തു. ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഓണം മേള വഴി ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ അദ്ദേഹം ശ്ലാഘിച്ചു. സാധാരണഗതിയിൽ ഓണക്കാലത്ത് ധാരാളം മായം ചേർന്ന ഭക്ഷണങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വിറ്റഴിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഉപ്പേരി, ചിപ്സ് എല്ലാം ധാരാളം കടകളിൽ കിട്ടും. വെളിച്ചെണ്ണ 160 ഡിഗ്രിയിലാണ് തിളയ്ക്കുന്നത്. അത് കരിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കച്ചവടക്കാർ അതിൻ്റെ ലാഭം നോക്കി അത് പ്രോപ്പറായിട്ട് എണ്ണ മാറിയില്ല, വീണ്ടും വീണ്ടും അത് യൂസ് ചെയ്യുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ മലയാളികളെ രക്ഷിക്കാനും കൂടി വേണമെങ്കിൽ പറയാം, ഇങ്ങനെയുള്ളൊരു സംരംഭം നമ്മുടെ നാടിന് വളരെ നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന വാർഡ് കൗൺസിലർ ശ്രീമതി ജയലക്ഷ്മി ഗോപൻ നിർവഹിച്ചു. നഗരസഭ മുൻ ചെയർമാൻ ബാബു പരമേശ്വരൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് പ്രീത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി MN അംബുജാക്ഷിയമ്മ, ട്രസ്റ്റ് ചെയർമാൻ ശ്രീ PNS പിള്ള, സൊസൈറ്റി അംഗം ശ്രീമതി സിനി സജി എന്നിവർ പ്രസംഗിച്ചു. ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഉപ്പേരികൾ, വിവിധയിനം പായസങ്ങൾ, അച്ചാറുകൾ, നാടൻ പലഹാരങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാണ്. തൊടുപുഴയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉപ്പേരികളും പായസവും ലഭിക്കുന്നത് ഈ വിപണന മേളയിലാണെന്ന് പ്രസിഡന്റ് ശ്രീമതി പ്രീത പ്രദീപ് പറഞ്ഞു. മേള ഉത്രാടം ദിവസമായ സെപ്റ്റംബർ 14 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അങ്കണത്തിൽ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അങ്കണത്തിൽ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിച്ചു. വിഷരഹിതമായ പച്ചക്കറികൾ കൃഷിക്കാർക്ക് ലഭിക്കാനാവശ്യമായ സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, കാർഷിക മേഖലയിൽ ഉള്ള പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരം എന്നുള്ള നിലയിൽ ഇത് മാർക്കറ്റ് വിലയിൽ നിന്ന് 20% കൂട്ടി വാങ്ങിച്ച് 10% കുറച്ചാണ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഇത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ കൊടുക്കുമ്പോൾ കൃഷിക്കാർക്കും അതുപോലെ ഉപഭോക്താക്കൾക്കും കുഴപ്പമില്ലാത്ത തരത്തിൽ പോകത്തക്ക തരത്തിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള കൃഷിക്കാരെല്ലാം വളരെ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ സഹകരിച്ചിട്ടുണ്ട്. നമ്മളെക്കാളും തമിഴ്നാടിനെ അതുപോലെ മറ്റ് അയൽ സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ
പച്ചക്കറി ഉണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ അവിടെ അരി ഉണ്ടായില്ലെങ്കിൽ, നെല്ലുണ്ടായില്ലെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാനും അതുപോലെ തന്നെ കറി കൂട്ടാനും മേലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കൃഷിക്കാർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടേറെ സബ്സിഡി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത് ഒക്കെ യഥാസമയത്ത് കൃഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് ശക്തമായ ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ കൃഷി ഓഫീസർ വളരെ നന്നായി ആത്മാർത്ഥമായി ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ തന്നെ അറിയാം. കൃഷി ഓഫീസറെയും കൃഷി അസിസ്റ്റന്റുമാരെയും പഞ്ചായത്തിനെ എല്ലാം ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോൾ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ ഓഫീസർ KP സെലീനാമ്മ പദ്ധതി വിശദീകരണം നടത്തി. യോഗത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസ് കുന്നപ്പള്ളി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി സിറിക്, കാർഷിക വികസന സമിതി പ്രതിനിധികളായ KK രാജൻ, പോൾ കുഴിപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷേർലി സെബാസ്റ്റ്യൻ, ബൈജു വറവുങ്കൽ, സന്തോഷ് കുമാർ MM, ജീസ് ആയത്തുപാടം, സോണിയ ജോബിൻ, ടെസ്സി, വിൽസൺ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. കരിമണ്ണൂർ കൃഷി ഓഫീസർ റാണി ജേക്കബ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിനോയ് ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ നഗരസഭയും തൊടുപുഴ മുനിസിപ്പൽ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ഓണച്ചന്ത മുനിസിപ്പൽ ഓഫീസിന് സമീപം പ്രവർത്തനം തുടങ്ങി. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റോസ്ലി നിർവഹിച്ചു. തൊടുപുഴ നഗരസഭയുടെയും തൊടുപുഴ മുനിസിപ്പൽ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണച്ചന്ത മുനിസിപ്പൽ ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെ ഏറ്റെടുത്തുകൊണ്ട് 30% വില കുറച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടിയാണ് ഓണച്ചന്ത വഴി ഓണത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് വിപണി കണ്ടെത്താനും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടാതെ ന്യായമായ വിലയിൽ സന്തോഷകരമായ ഓണം ആഘോഷിക്കുന്നതിന് അവസരമൊരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യ വിൽപ്പന കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ റോസ്ലി നിർവഹിച്ചു. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രബിന്ദു, നഗരസഭാ കൗൺസിലർമാരായ സഫിയ ജബ്ബാർ, ജയലക്ഷ്മി ഗോപൻ, ഷഹന ജോഫർ, കൃഷി ഓഫീസർ ഇൻചാർജ് സന്ധ്യ GS, സുബൈദ, ജിജി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണച്ചന്ത 3 ദിവസം രാവിലെ 9 മുതൽ വൈകുന്നേരം 7 വരെ പ്രവർത്തിക്കുന്നതാണെന്ന് കൃഷി ഓഫീസർ ഇൻചാർജ് സന്ധ്യ GS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 14 വരെ രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക. നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, അടിമാലി പീപ്പിൾസ് ബസാർ, വണ്ടിപ്പെരിയാർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ താലൂക്ക് ഓണം ഫെയറുകളും തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ജില്ലാ ഓണം ഫെയറും പ്രവർത്തിക്കുന്നു. ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നൽകുന്നത്. നെയ്യ്, തേൻ, കറി മസാലകൾ, മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ, ടോയ്ലറ്ററീസ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 45% വരെ വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്നുണ്ട്. ജില്ലാ ഫെയറിൽ ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട്. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളും നൽകുന്നുണ്ട്. സെപ്റ്റംബർ 14 വരെ രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക. നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, അടിമാലി പീപ്പിൾസ് ബസാർ, വണ്ടിപ്പെരിയാർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ താലൂക്ക് ഓണം ഫെയറുകളും തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ജില്ലാ ഓണം ഫെയറും പ്രവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ താലൂക്ക് റൂറൽ മർച്ചന്റ്സ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഓണവിപണി 2024 ഉദ്ഘാടനം സംഘം പ്രസിഡന്റ് ജയകൃഷ്ണൻ പുതിയടത്ത്, ഇടവെട്ടി NSS കരയോഗം പ്രസിഡന്റ് MK നാരായണ മേനോന് ആദ്യ വിൽപ്പന നൽകി നിർവഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് സാജു കുന്നേമുറി സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുജാത ശിവൻ നായർ, ഷീജ നൌഷാദ്, മെസ്കോസ് ഭരണസമിതി അംഗങ്ങളായ CS ശശീന്ദ്രൻ, ഷാജി ഞാളൂർ, നിമ്മി ഷാജി, സെക്രട്ടറി അജ്മൽ M അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവെട്ടി മുണ്ടയ്ക്കൽ ബിൽഡിംഗിലാണ് ഓണവിപണി പ്രവർത്തിക്കുന്നത്. ഒരു 3-4 ദിവസമായി ആത്മാർത്ഥമായി എല്ലാവരും നമ്മുടെ
സെക്രട്ടറി മുതൽ എല്ലാവരും ആത്മാർത്ഥമായി ഇന്ന് പാക്ക് ചെയ്ത് രാത്രി 12 മണിക്കാണ് പോയത്. എല്ലാവരും ആ ഭംഗിയായി പാക്ക് ചെയ്ത് ആളുകൾക്ക് കൃത്യമായിട്ട് ഭംഗിയായ നല്ല ഉൽപ്പന്നങ്ങൾ നല്ല പാക്കിങ്ങോടുകൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളോട് സഹകരിച്ചോ ഈ പ്രാവശ്യം ഓണവിപണി കൂടി വിജയിപ്പിച്ച് വിജയപ്രദമാക്കി മാറ്റണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തൊടുപുഴയ്ക്ക് പോയെങ്കിലും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനെ വളർത്തി വലുതാക്കുന്ന വലിയൊരു നമുക്ക് ആദ്യം നമ്മുടെ ഇടവത്തിയിലെ ആളുകളെ പൊതുസമൂഹത്തിൽ ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് എക്സ്പോർട്ട് സർപ്ലസ് ഷർട്ട്, ജീൻസ്, ടീ ഷർട്ട് അടക്കം പുരുഷന്മാർക്ക് അനുയോജ്യമായ സർപ്ലസ് പ്രൊഡക്റ്റുകളുടെയും അതിവിപുലമായ ശേഖരവുമായി ദി ബ്രാൻഡ് ഫാക്ടറി എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ മൈജി ഫ്യൂച്ചറിനും പഴേരി ഗോൾഡിനും എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ നിർവഹിച്ചു. ബ്രാൻഡഡ് എക്സ്പോർട്ട് സർപ്ലസ് വസ്ത്രങ്ങൾക്ക് മാത്രമായി തൊടുപുഴയിൽ ഒരു ഷോറൂം. പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് എക്സ്പോർട്ട് സർപ്ലസ് വസ്ത്രങ്ങളുടെയും സർപ്ലസ് പ്രൊഡക്റ്റുകളുടെയും പ്രീമിയം കളക്ഷനുമായി ദി ബ്രാൻഡ് ഫാക്ടറി എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിൽ മൈജി ഫ്യൂച്ചറിനും പഴേരി ഗോൾഡിനും എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ മഹനീയ സാന്നിധ്യത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിലെ ഏത് സ്ഥാപനം വന്നാലും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ തൊടുപുഴക്കാർക്കുള്ളത്. അജാസിൻ്റെ പുതിയ സംരംഭവും ഞങ്ങൾ തൊടുപുഴക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിൻ്റെ ഇടയില്ല. അതുപോലെ തന്നെ നല്ലൊരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നല്ല ന്യായമായ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് സർപ്ലസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തിന് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ഭാവവും നേരുന്നു. തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ PG രാജശേഖരൻ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ്, ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ പ്രസിഡന്റ് റോബിൻ സെബാസ്റ്റ്യൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി എന്നിവർ ആശംസകൾ നേർന്നു. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ഷോറൂം ബ്രാൻഡ് ഫാക്ടറി എന്ന പേരിൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനം എല്ലാവിധ വിജയങ്ങളും എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം തുടങ്ങുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ അജാസിൻ്റെ ഈ പുതിയ സ്ഥാപനം തൊഴിലുറക്കാർക്ക് പുതിയ ഓണ സമ്മാനമായിട്ടാണ് എനിക്ക് കരുതുന്നത്. ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഷോപ്പിന് എല്ലാവിധ ആശംസകളും. അജാസിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ സംരംഭം വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡ് എക്സ്പോർട്ടഡ് സർപ്ലസ് ഷർട്ട്, ജീൻസ്, ടീഷർട്ട് ഉൾപ്പെടെ പുരുഷന്മാർക്ക് അനുയോജ്യമായ സർപ്ലസ് പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്നും ലഭ്യമാണ്. കൂടാതെ ലേഡീസ്, കിഡ്സ് വിഭാഗങ്ങളും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. തീർച്ചയായിട്ടും യുവാക്കൾക്ക് അനുയോജ്യമായ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ലെവീസ് അടക്കം, ലെവീസ്, ലീ കൂപ്പർ അടക്കമുള്ള, ജാക്ക് ജോൺസൺ അടക്കമുള്ള, പ്യൂമ അടക്കമുള്ള ലോകോത്തര ബ്രാൻഡുകളുടെ ഏതാണ്ട് 2500-3000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ബ്രാൻഡുകളുടെ സർപ്ലസ്, ബ്രാൻഡഡ് സർപ്ലസ് ആണ് നമ്മളിവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 600 രൂപ 700 രൂപയിൽ താഴെ വിലയിൽ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഉദ്ഘാടനം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു മാസം ഈ ഒരു റേറ്റിലായിരിക്കും കൊടുക്കുക. തീർച്ചയായിട്ടും ഇവിടുത്തെ യുവാക്കളായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ശരിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്പായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ദൃശ്യ ശബ്ദ മികവൊരുക്കി ഡോൾബി സറൗണ്ട് 7.1 3D പ്രൊജക്ടർ മികവോടെ KP വർക്കി ആൻഡ് VS ഗ്രൂപ്പിന്റെ ഡ്രീം സിനിമാസ് തൊടുപുഴ റോട്ടറി ജംഗ്ഷനിൽ
കല്യാൺ റിലയൻസ് ട്രെൻഡ്സിന് മുകൾ നിലയിൽ ഡ്രീം മാളിൽ വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. സിനിമാ താരം ലാലു അലക്സ് ഉദ്ഘാടനം നിർവഹിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. തൊടുപുഴയുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ദൃശ്യശബ്ദ മികവൊരുക്കി ഡോൾബി സറൗണ്ട് 7.1 3D പ്രൊജക്ടർ മികവോടെ KP വർക്കിയാൻ VS ഗ്രൂപ്പിന്റെ ഡ്രീം സിനിമാസ് തൊടുപുഴ റോട്ടറി ജംഗ്ഷനിൽ കല്യാൺ റിലയൻസ് ട്രെൻഡ്സിന് മുകൾ നിലയിൽ ഡ്രീം മാളിൽ നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. പ്രശസ്ത സിനിമാ താരം ലാലു അലക്സ് ഉദ്ഘാടനം നിർവഹിക്കും. സിനിമാ സങ്കല്പങ്ങൾക്ക് ചാരുതയേകുവാൻ നാളെ മുതൽ ഡ്രീം സിനിമാസ് എന്ന പേരിൽ 2 സ്ക്രീനുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ശ്രീ ലാലു അലക്സ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വേളയിലേക്ക് നിങ്ങളെ ഏവരെയും ആധുനിക രീതിയിൽ നവീകരിച്ചിരിക്കുന്ന ഈ തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. സിനിമാ ആസ്വാദകരുടെ അഭിരുചിക്കനുസൃതമായ ആധുനിക രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഡ്രീം സിനിമാസിൽ ഡോൾബി സറൗണ്ട് 7.1 3D പ്രൊജക്ടർ, ഉയർന്ന നിലവാരത്തിലുള്ള സീറ്റിംഗ്, ഫുഡ് കോർട്ട്, ഓൺലൈൻ ബുക്കിംഗ്, ഫോൺ ബുക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ ആശങ്കയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭീഷണിയിൽ നിന്ന് കേരള ജനതയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തിരുവോണ നാളിൽ വണ്ടിപ്പെരിയാറിൽ ഉപവാസം സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. PJ ജോസഫ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറച്ച LDF സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് UDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമരം ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ദീനദയ സോഷ്യൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്ന ഓണം വിപണനമേള തൊടുപുഴയിൽ ആരംഭിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അങ്കണത്തിൽ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ഓണസമൃദ്ധി കർഷക ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഓണച്ചന്തകൾ പ്രവർത്തനം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.